ഋതികയെ റൂമിലേക്ക് മാറ്റി. അവൾക്ക് കൂട്ടിനായി ഒരു നഴ്സിനെ നിർത്തി. അവളാകെ തളർന്നു മയങ്ങിയതിനു ശേഷം പിന്നെ ഇതേവരെ ഉണർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ധൈര്യമായി തറവാട്ടിലേക്ക് പാഞ്ഞു. എന്താ നീതു ഉണ്ടായത്? കുഞ്ഞിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചല്ലേ ഇങ്ങോട്ട് അയച്ചത്? തറവാടിൻ്റെ ഉമ്മറത്ത് തന്നെ വിഷമിച്ചിരിക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കി വസു നീതുവിനരികിലേക്ക് പാഞ്ഞു ചെന്നുകൊണ്ട് ചോദിച്ചു. അത് ഞാൻ ദച്ചിമോൻ്റെ കൂടെ ശിവൂട്ടനെ ഇരുത്തിയിട്ട് ഒന്ന് വാഷ്റൂം വരെ പോയതാ. തിരിച്ചു വന്നപ്പോഴേക്കും കുഞ്ഞിനെ കാണാനില്ല. ഞാൻ ഈ വീട് മുഴുവൻ നോക്കി, ഔട്ട് ഹൗസിലും നോക്കി, കുഞ്ഞ് അവിടെ എവിടെയില്ല, നീതു ആദിയോടെ പറഞ്ഞു. അവൾ പറയുമ്പോഴും വസുവിൻ്റെ കണ്ണുകൾ തിരഞ്ഞത് ഗൗതമിനെ ആയിരുന്നു. ഉമ്മറത്തെ തൂണിൽ ചാരി വസുവിനെ പുച്ഛത്തോടെ നോക്കി നിൽക്കുന്ന ഗൗതമിനെ കണ്ടതും അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഒന്നും പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവൻ സ്വയം നിയന്ത്രിച്ചു. എന്തൊക്കെയാ വസു ഇവിടെ നടക്കുന്നത്? ആ കുട്ടിക്ക് എന്താ പറ്റിയത്? കുഞ്ഞിനെ ആരാ കൊണ്ടുപോയത്? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? ദേവിക മുന്നിലേക്ക് വന്ന് വസുവിനോട് ആവലാതിയോടെ ചോദിച്ചു. ഓരോ തലവേദനകളെ വലിച്ച് വീട്ടിലേക്ക് കയറ്റുമ്പോൾ ആലോചിക്കണം, ഇതുപോലെ പലതും നടക്കുമെന്ന്. ഇനി ആ കൊച്ചെങ്ങാനും ചത്തുപോയാൽ വയസ്സുകാലത്ത് അമ്മ ഉൾപ്പെടെ എല്ലാവരും പോലീസ് സ്റ്റേഷനും കോടതിയും കയറി നിരങ്ങേണ്ടി വരും. അച്ഛാ, രവീന്ദ്രൻ്റെ വാവിട്ട സംസാരത്തിൽ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ വസു അലറി. അലറണ്ട നീ, ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാ. മക്കൾ 2 പോലീസിലുണ്ടെന്ന് കരുതി ഞങ്ങൾക്കൊരു ഗുണവുമില്ല. ആവശ്യമില്ലാത്ത പണിക്ക് പോയി സസ്പെൻഷൻ വാങ്ങി വീട്ടിലിരുന്ന് ഉണ്ണുമല്ലേ രണ്ടും. രവി, നാവടക്കിക്കോ, നീ അതിര് വിടുന്നുണ്ട്. വസുവിന് നേരെ ശബ്ദമുയർത്തുന്ന രവീന്ദ്രനെ തറവാട്ടമ്മ ശാസനയോടെ വിലക്കി. ഓ, ഞാൻ അതിര് വിടുന്നതാണല്ലോ എല്ലാവർക്കും പ്രശ്നം. ദേ, എല്ലാവരോടും കൂടിയായി ഒരു കാര്യം പറയുക. ആ കൊച്ചിനെ കിട്ടിയാലും ഇല്ലെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് വന്നാലുടനെ ആ പെണ്ണിനെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടേക്കണം. രവീന്ദ്രൻ അവസാന വാക്ക് എന്നോണം പറഞ്ഞു. ശരി, ഞാൻ അവളെ പറഞ്ഞു വിട്ടേക്കാം. പക്ഷേ അതിനു മുൻപ് അച്ഛൻ എല്ലാവർക്കും മുന്നിൽ വെച്ച് ഒരു കാര്യം കൂടി ചെയ്യണം. നീതുവിനെ മാറ്റി നിർത്തി രവീന്ദ്രന് മുന്നിലേക്ക് വന്നു നിന്നുകൊണ്ട് വസു ഗൗരവത്തിൽ പറഞ്ഞു. എന്ത്? രവീന്ദ്രൻ സംശയത്തോടെ വസുവിനെ നോക്കി. ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് മുറിയിൽ തൂക്കിയിട്ടിട്ടില്ലേ? അതിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് ഒരു സോറി പറഞ്ഞേക്ക്. ആ മനുഷ്യൻ്റെ ആത്മാവിനെങ്കിലും നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ക്ഷമിക്കട്ടെ. തികച്ചും പുച്ഛത്തോടെ വസു അത് പറയുമ്പോൾ രവീന്ദ്രൻ ഒന്നും മനസ്സിലാകാതെ അവനെ തന്നെ നോക്കി നിന്നുപോയി. വസു, എന്താ നീ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇവനെന്തിനാ സത്യമൂർത്തിയോട് മാപ്പ് പറയേണ്ടത്? തറവാട്ടമ്മ ചാരു കസേരയിൽ നിന്നും എഴുന്നേറ്റ് വസുവിനെ അവർക്ക് നേരെ തിരിച്ചു നിർത്തി. അദ്ദേഹത്തിൻ്റെ മകളെ ദ്രോഹിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തോടല്ലാതെ പിന്നെ ആരോടാണ് മാപ്പ് പറയേണ്ടത്? വസു കടുപ്പത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? മൂർത്തിയുടെ മകളോ? രവീന്ദ്രൻ വിശ്വസിക്കാൻ കഴിയാതെ ഞെട്ടലോടെ ചോദിച്ചു. അതെ, മൂർത്തിയങ്കളിൻ്റെ മകൾ തന്നെയാണ് ഋതിക. ഋതിക സത്യമൂർത്തി, വസു ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. പക്ഷേ വസു, ഋതുമോൾ എങ്ങനെ? അപ്പോൾ കുഞ്ഞ്? രവീന്ദ്രൻ വസുവിനെ അവിശ്വസനീയതയോടെ നോക്കി. അറിയില്ല, ഒന്നും അറിയില്ല എനിക്ക്. കണ്ടുപിടിക്കാൻ ഒരു വഴിയുമില്ല എനിക്ക് മുന്നിൽ. വസു സോപാനത്തിലേക്ക് തളർച്ചയോടെ ഇരുന്നു. എന്താ മോനെ ഇതൊക്കെ? ആ കുട്ടി എങ്ങനെയാ ഇവിടെ എത്തിയത്? ഇത്രയും നാൾ അവൾ എവിടെയായിരുന്നു? തറവാട്ടമ്മ വസുവിൻ്റെ തലയിൽ പതിയെ തലോടിക്കൊണ്ട് ചോദിച്ചു. അറിയില്ല മുത്തശ്ശി, അവളൊന്നും പറയുന്നില്ല. അവൾക്ക് ആരെയും വിശ്വാസമില്ല, ഈ എന്നെ പോലും. അതിന് കാരണക്കാർ നിങ്ങളൊക്കെയാണ്. എന്നെ ഇപ്പോഴത്തെ മനസാക്ഷിയില്ലാത്ത വസു ആക്കി മാറ്റിയത് നിങ്ങളെല്ലാവരും ചേർന്നാണ്. അതുകൊണ്ട് മാത്രമാണ് അവളെ ഒന്ന് സ്നേഹത്തോടെ നോക്കാൻ പോലും എനിക്ക് കഴിയാതെ പോകുന്നത്. വസുവിൻ്റെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുവാണ്. ശിവൂട്ടനെ എനിക്ക് തിരികെ കിട്ടിയില്ലെങ്കിൽ വസുവിൻ്റെ മറ്റൊരു മുഖം കൂടി എല്ലാവരും കാണേണ്ടി വരും. എല്ലാവരോടുമായാണ് പറഞ്ഞതെങ്കിലും വസുവിൻ്റെ കണ്ണുകൾ നീണ്ടത് ഗൗതമിന് നേരെയാണ്. അത് ഗൗതം കണ്ടിരുന്നു. ഹർഷ, വാ പോകാം. വസുവും ഹർഷനും എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം മുറ്റത്തേക്കിറങ്ങി. വസു, ഒന്ന് നിന്നേ. കാറിൽ കയറാനായി വന്നതും പുറകിൽ നിന്നും ഗൗതമിൻ്റെ ശബ്ദം കേട്ട് വസുവും ഹർഷനും സംശയത്തോടെ തിരിഞ്ഞു. അവരുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുകൊണ്ട് തന്നെ ഗൗതം അവർക്കടുത്തേക്ക് നടന്നു ചെന്നു. എവിടേക്കാ ഇങ്ങനെ ഓടുന്നത്? നീ എത്ര ഓടിയാലും ശിവാനിയെ നിനക്ക് കിട്ടില്ല.
അവളിപ്പോൾ അവളുടെ അച്ഛൻ്റെ കൈകളിൽ ഭദ്രമായി എത്തിയിട്ടുണ്ടാവും. ഡാ, ഉമ്മറത്ത് നിൽക്കുന്നവർ കേൾക്കാതെ പതിഞ്ഞ സ്വരത്തിൽ കളിയാക്കലോടെയുള്ള ഗൗതമിൻ്റെ വാക്കുകളിൽ കുപിതനായ വസു അവന് നേരെ ദേഷ്യത്തോടെ മുരണ്ടു. ഏയ്, വെയിറ്റ് വെയിറ്റ്, ഇങ്ങനെ ഹൈപ്പർ ആവാതെ. അല്ല വസു, അവളില്ലേ ഋതിക, നിന്റെ പഴയ പ്രണയം, അവളിപ്പോൾ എവിടെയുണ്ട്? ഓ സോറി, ഞാനത് മറന്നു. ഹോസ്പിറ്റലിലാണല്ലോ അല്ലേ? ഗൗതം പുച്ഛത്തോടെ പറഞ്ഞു തീർന്നതും വസുവിൻ്റെ ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു. എടുക്ക് വസു, നിനക്കുള്ള ഇമ്പോർട്ടൻ്റ് കോളാണ്. ഗൗതമിൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് തന്നെ വസു കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. മറുപുറത്തു നിന്ന് കേട്ട വാർത്തയിൽ വസുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. വാട്ട്? അവൻ്റെ അലർച്ച അവിടെ മുഴങ്ങി. ഉമ്മറത്ത് നിന്ന് എല്ലാവരും അവൻ്റെ പെട്ടെന്നുള്ള മാറ്റത്തിൽ സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കി. എന്താ ഏട്ടാ, എന്തു പറ്റി? വസുവിൻ്റെ തോളിൽ കൈ അമർത്തി ഹർഷൻ ടെൻഷനോടെ ചോദിച്ചു. ഋതികയെ കാണാനില്ല. ഹോസ്പിറ്റലിൽ വന്ന് ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന 2 പേർ അവളെ പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ തന്നെയല്ലേ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് നിന്നെ അറിയിച്ചത്? വസു പറയുന്നതിന് മുൻപ് തന്നെ ഗൗതം ഒരു ചിരിയോടെ പറഞ്ഞു. ഋതിക എവിടെ ഗൗതം? തൻ്റെ ദേഷ്യം കൈമുഷ്ടി ചുരുട്ടി നിയന്ത്രിച്ച് വസു ശാന്തമായി ഗൗതമിനോട് ചോദിച്ചു. എനിക്ക് എങ്ങനെ അറിയാനാ വസു അവൾ എവിടെയാണെന്ന്? ഞാൻ ഇവിടെ നിന്റെ മുന്നിൽ നിൽക്കുവല്ലേ. എന്തായാലും എൻ്റെ അടുത്തില്ല. ഗൗതം, നീ അതിര് വിടുന്നുണ്ട്. മറ്റുള്ളവർ നിൽക്കുന്നത് എല്ലായ്പ്പോഴും ഞാൻ ഓർത്തെന്ന് വരില്ല. എൻ്റെ കൈപ്പിടിയിൽ കിടന്ന് പിടയുണ്ടെങ്കിൽ വേഗം പറയ്. ഋതികയും കുഞ്ഞും എവിടെയുണ്ട്? വസുവിൻ്റെ ഭാവം മാറുന്നത് കണ്ട് ചെറിയ ഭയം തോന്നിയെങ്കിലും ഗൗതം അത് തന്ത്രപൂർവ്വം മറച്ചു. വസു, നീ എന്നെ കൊന്നാലും നഷ്ടം നിനക്ക് തന്നെയാ. പുന്നാര പെങ്ങൾക്ക് ഭർത്താവില്ലാതാകും, അവളുടെ കുഞ്ഞിന് തന്തയും. പെങ്ങൾ വിധവയായി ജീവിക്കുന്നത് കാണാൻ നിനക്ക് അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ നീ എന്നെ കൊന്നേക്ക്. പക്ഷേ എൻ്റെ നാവിൽ നിന്നും ഒന്നും നീ അറിയാൻ പോകുന്നില്ല. ഋതിക എന്നെ കണ്ട നിമിഷത്തിൽ തന്നെ ഞാൻ ഉറപ്പിച്ചതാ നീ എന്നെ സംശയിക്കുമെന്ന്. ഋതികയുടെ പിന്നിലുള്ള സത്യങ്ങളും നീ മനസ്സിലാക്കുമെന്ന്. അവൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് എല്ലാം ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഞാൻ തീരുമാനിക്കുമ്പോൾ അല്ലാതെ നിനക്കെന്നെ തൊടാൻ പോലും കഴിയില്ല വസു. ഇപ്പോൾ നീ പോയി നിന്റെ പഴയ കാമുകിയെയും അവളുടെ മോളെയും കണ്ടുപിടിക്കാൻ നോക്ക്. ഗൗതം പുച്ഛത്തോടെ പറഞ്ഞു നിർത്തി. നീ ജയിച്ചുവെന്ന് കരുതണ്ട ഗൗതം. സത്യങ്ങൾ ഞാൻ തിരിച്ചറിയുന്നത് വരെ മാത്രമേ നിനക്ക് ആയുസുണ്ടാവൂ. കരുതിയിരുന്നോ നീ? കരുതി തന്നെയാ വസുദേവ് ഞാൻ ജീവിക്കുന്നത്. കഴിഞ്ഞ 3 വർഷം നിന്റെ മൂക്കിന് മുമ്പിൽ ഉണ്ടായിട്ട് നീ എന്നെ കണ്ടെത്തിയോ? ഇല്ലല്ലോ. അതുകൊണ്ട് അധികം ഡയലോഗ് അടിക്കാതെ നീ പോകാൻ നോക്ക്. വസുവിനെ പുച്ഛിച്ചുകൊണ്ട് ഗൗതം തിരികെ തറവാട്ടിലേക്ക് കയറി. എന്താ മോനെ നിങ്ങൾ സംസാരിച്ചത്? വസുവിനെ ആരാ വിളിച്ചത്? അതൊന്നുമില്ല മുത്തശ്ശി. വസു കുഞ്ഞിനെ അന്വേഷിക്കുന്ന കാര്യം പറയുകയായിരുന്നു. ഞാനും കൂടി ഒപ്പം ചെല്ലാമെന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. തറവാട്ടമ്മയുടെ ചോദ്യത്തിന് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞ് ഗൗതം അകത്തേക്ക് കയറിപ്പോയി. അവന് പുറകെ കുഞ്ഞുമായി നിലുവും. തറവാട്ടമ്മയും രവീന്ദ്രനും ദേവികയും മഹേന്ദ്രനും കാവേരിയും നീതുവും ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കി ആദിയോടെ നിന്നു. ഇരുട്ടും നിറഞ്ഞൊരു മുറിയിൽ അവശയായി കിടക്കുവാണ് ഋതിക. മുറിയിലെ വെറുനിലത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന അവളുടെ മുഖത്തേക്ക് വെളിച്ചം പകർന്നുകൊണ്ട് മുറിയുടെ വാതിൽ വലിയൊരു ശബ്ദത്തോടെ മലർക്കെ തുറന്നു വന്നു. ഒപ്പം ഉള്ളിലേക്ക് കയറി വരുന്ന ആരുടെയോ നിഴൽ, നിലത്തു പതിയുന്ന കാലടി ശബ്ദവും. പക്ഷേ അതൊന്നും അറിയാതെ തളർന്നു മയങ്ങുമായിരുന്നു ഋതിക. കണ്ണ് തുറക്ക് മിസ് ഋതിക സത്യമൂർത്തി. കയ്യിൽ കരുതിയിരുന്ന ഗ്ലാസ്സിൽ നിന്നും കൈവെള്ളയിലേക്ക് വെള്ളം പകർന്ന് അവളുടെ മുഖത്തേക്ക് ഒഴിച്ച് ഒരുവൻ പുച്ഛത്തോടെ പറഞ്ഞു. മുഖത്ത് വീണ വെള്ളത്തുള്ളികൾ അസ്വസ്ഥത പടർത്തിയതും ഋതിക തൻ്റെ കണ്ണുകൾ പതിയെ ചിമ്മി തുറന്ന് മുന്നിലേക്ക് നോക്കി. കൂരിരുട്ടിൽ മങ്ങിയ മുറിക്കുള്ളിൽ തുറന്ന വാതിലിൽ നിന്നും വരുന്ന പ്രകാശരശ്മികൾ കണ്ണിലടിച്ചതും ഋതിക ഒരു കൈകൊണ്ട് തൻ്റെ കണ്ണുകൾക്ക് മേലെ തടസ്സം സൃഷ്ടിച്ചു. പക്ഷേ അടുത്ത നിമിഷം തനിക്ക് മുന്നിൽ ആരുടെയോ കാൽപെരുമാറ്റം അറിഞ്ഞതും അവൾ ഒരു പിടപ്പോടെ തൻ്റെ കൈകൾ പിൻവലിച്ച് അവശതയെല്ലാം മറന്ന് നിലത്തു നിന്നും ചാടി എഴുന്നേറ്റു. പതിയെ മതി ഋതിക, നിനക്ക് സുഖമില്ലാത്തതല്ലേ? കാതിൽ പതിഞ്ഞ പരിചിതമായ ശബ്ദത്തിൽ ഋതിക തൻ്റെ കണ്ണുകൾ ഒരു തവണ കൂടി കൈകൾ കൊണ്ട് തിരുമ്മി തുറന്ന് മുന്നിലേക്ക് നോക്കി.